കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ സംഘർഷം. ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണത്തിനെതിരായ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിനിടെ നാട്ടുകാർ ഫാക്ടറിക്ക് തീയിട്ടു. 15ഓളം വാഹനങ്ങളും തീവച്ച് നശിപ്പിച്ചു. സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ നിരവധി പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റു. ഫ്രഷ് കട്ട് ഫാക്ടറിയിലേക്ക് കോഴിയിറച്ചി മാലിന്യങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾ ഉപരോധ സമരത്തിനിടെ തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. വാഹനങ്ങൾക്ക് നേരെ പ്രതിഷേധക്കാർ കല്ലേറ് തുടങ്ങിയതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കല്ലേറിൽ താമരശ്ശേരി SHO ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. തുടർന്ന് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി സ്ഥലത്തെത്തിയ റൂറൽ SPക്കും കല്ലേറിൽ പരിക്കേറ്റു. ഇദ്ദേഹത്തിന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി. സംഘർഷത്തിൽ 20ലധികം പോലീസുകാർക്കും നിരവധി നാട്ടുകാർക്കുമാണ് പരിക്കേറ്റത്. സ്ത്രീകളടക്കമുള്ളവർ സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തി. ആർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഒരു സൈലന്റ് ആയിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഇനി ഇങ്ങനെ വഴി തടിയുക, ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഒരിക്കലൊക്കെ ഞങ്ങൾ സമ്മതിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ SP വളരെ ഗുരുതര പരിക്കുകളുണ്ട്. നിങ്ങൾ വീഡിയോയിലെ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ചികിത്സ ആകുന്നുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പിന്നെ SHO ഇപ്പൊ ഇവിടെ തന്നെ കാല് മുഴുവൻ പോയിട്ടുണ്ടെങ്കിൽ പുള്ളി വന്നിട്ടിരിക്കുക. സോ വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. വിൽ ടേക്ക് ദ ലീഗൽ പാത്ത്. നമ്മുടെ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടുന്നതിനിടെ ചിലർ ഫാക്ടറിക്ക് തീയിട്ടു. തീ അണയ്ക്കാൻ പുറപ്പെട്ട ഫയർഫോഴ്സിന്റെ വാഹനം സമരക്കാർ തടഞ്ഞു. താമരശ്ശേരി അമ്പായത്തോടിലെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെ ഏറെ നാളായി നാട്ടുകാർ സമരത്തിലാണ്. 3 പഞ്ചായത്തിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നതാണ് കോഴി മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 കോഴിക്കോട്.